ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഈ 6 ഇടപാടുകൾക്ക് ആദായനികുതി നോട്ടീസ് തേടിയെത്താം. നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ആദായനികുതി വകുപ്പ് പണമിടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ചില ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നിർദ്ദിഷ്ട പരിധി കവിയുമ്പോൾ അവ ആദായനികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഇടപാടുകൾ അവഗണിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകും. ഏതൊക്കെ ഇടപാടുകളാണ് നിരീക്ഷിക്കപ്പെടുന്നത്? 1. റിയൽ എസ്റ്റേറ്റ് ഇടപാട്. 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഭൂമി അല്ലെങ്കിൽ വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ വസ്തു രജിസ്ട്രാർ ഈ വിവരം ആദായനികുതി വകുപ്പിന് കൈമാറും. ഇതിൽ വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ വില, തീയതി, സ്ഥലം, വാങ്ങുന്നയാളുടെയും വിൽക്കുന്നയാളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്നു. 2. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട് നിക്ഷേപങ്ങൾ. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓഹരികൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട കമ്പനികൾ ആദായനികുതി വകുപ്പിന് നൽകും. 3. വിദേശ കറൻസി ഇടപാട്. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിദേശ കറൻസി വാങ്ങിയാൽ ബാങ്കുകൾ ആ വിവരം നികുതി വകുപ്പിന് കൈമാറും. ഇതിൽ വിദേശ കറൻസി വാങ്ങിയ തുക, തീയതി, വാങ്ങുന്നയാളുടെ വിവരങ്ങൾ ഉൾപ്പെടും. 4. ബാങ്ക് അക്കൗണ്ടിലെ പണമിടപാട്. ഒരു വർഷത്തിൽ ഒരു അക്കൗണ്ടിലോ ഒന്നിലധികം അക്കൗണ്ടുകളിലോ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണമിടപാടുകൾ നടത്തിയാൽ ബാങ്കുകൾ ആ വിവരം നികുതി വകുപ്പിന് നൽകും. 5. സ്ഥിര നിക്ഷേപം. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്ഥിര നിക്ഷേപം നടത്തിയാൽ ബാങ്കുകൾ ആ വിവരം നികുതി വകുപ്പിന് കൈമാറും. 6. ക്രെഡിറ്റ് കാർഡ് ബില്ല്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായി അടച്ചാൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ആ വിവരം നികുതി വകുപ്പിന് നൽകും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏത് ക്രെഡിറ്റ് കാർഡ് ഇടപാടും നിരീക്ഷിക്കപ്പെടും. ഈ ഇടപാടുകൾ നിരീക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി? നികുതി വെട്ടിപ്പ് തടയൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ സുരക്ഷിതമാക്കൽ. ഈ വീഡിയോ പൊതുവിവരത്തിന് വേണ്ടിയാണ്. നികുതി നിയമങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാം. ഏറ്റവും പുതിയ നിയമങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.